സഖാവ് പി കെ ശശി കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. എന്താണ് രാജിക്കുള്ള പ്രത്യേക പ്രകോപനം എന്നറിയില്ല. സഖാവും പാർട്ടിയുടെ പാലക്കാട് ജില്ലാ നേതൃത്വം തമ്മിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അത്ര സ്വരച്ചേർച്ച ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും സ്വരച്ചേർച്ചയില്ല. ജില്ലാ കമ്മിറ്റി ഇദ്ദേഹത്തോട് KTDC ചെയർപേഴ്സൺ സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെട്ടായിട്ട് ശ്രുതിയുണ്ടായിരുന്നു. ദേശാഭിമാനിൽ വാർത്തയൊന്നും കണ്ടില്ല. എങ്കിലും നമ്മുടെ നാട്ടിൽ ഈ ബൂർഷ്വ മാധ്യമങ്ങൾ ആ രീതിയിലുള്ള പ്രചരണം കുറച്ചു കാലമായിട്ട് നടത്തുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ തട്ടകമായ മണ്ണാർക്കാട്ട് CPM-ന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരായിട്ട് ശശി സഖാവ് വിമത സ്ഥാനാർത്ഥികളെ നിർത്തുന്നതായിട്ടും അവർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വീരോചിതമായിട്ട് മത്സരിക്കുന്നതായിട്ടും ഒക്കെ കണ്ടു. നമ്മുടെ നാട്ടിലെ ചില യുവ വിപ്ലവകാരികൾ സഖാവ് പി കെ ശശിയെ വെല്ലുവിളിച്ചുകൊണ്ട് തീപ്പൊരി പ്രസംഗം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളും ടെലിവിഷനിലും മറ്റും കാണാൻ കഴിയും. പ്രത്യേകിച്ച് സഖാവ് ആർഷോ പി കെ ശശിയെ വെല്ലുവിളിച്ച് പ്രസംഗിക്കുന്നത് കണ്ടു. ഏതായാലും വേറെ അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ ഉണ്ടായില്ല. പെട്ടെന്ന് ഉണ്ടിരുന്ന നായർക്കൊരു വിളി തോന്നി എന്ന് പറഞ്ഞ പോലെ ശശി സഖാവ് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ്റെ അധ്യക്ഷ പദവി ഒഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ ടൂറിസത്തിൻ്റെ പ്രൊമോഷൻ ഇനി എങ്ങനെ ആവും എന്ന കാര്യത്തിൽ നമുക്കൊക്കെ ആശങ്കയുണ്ട്. കാരണം ആ സ്ഥാനത്തിരിക്കാൻ തികച്ചും യോഗ്യനായിട്ടുള്ള ഒരാളായിരുന്നു സഖാവ് ശശി. മന്ത്രിയും അതുപോലെ പരമയോഗ്യനായിട്ടുള്ള ഒരാളാണ് നമ്മുടെ മുഹമ്മദ് റിയാസ്. അങ്ങനെ റിയാസ് ഇടതുവെങ്കിലും ശശി വലതുവെങ്കിലും നിന്ന് കേരളത്തിലെ ടൂറിസത്തിനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രൊമോഷൻ ഏതാണ്ട് ഗോൾ പോസ്റ്റ് വരെ എത്തിയ സമയത്താണ് ഇപ്പോൾ ആകസ്മികമായിട്ട് ശശി സഖാവ് ഈ ഉദ്യോഗം രാജിവെച്ച് പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട ഒരാകാംക്ഷ അല്ലെങ്കിൽ ആശങ്ക എന്ന് പറയുന്നത് ഈ ടൂറിസം പ്രൊമോഷനെ കുറിച്ചിട്ടാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, ഒരു പി കെ ശശി അല്ലെങ്കിൽ 9 ശശി പോയാലും ഈ പാർട്ടിക്ക് ഒന്നും സംഭവിക്കുകയില്ലെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് പാലക്കാട് ജില്ല. പാലക്കാട് ജില്ല എന്ന് വെച്ചാൽ പണ്ട് മുതൽക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പൊന്നാപുരം കോട്ടയാണ്. അവിടെ എത്ര നേതാക്കന്മാർ പാർട്ടിയിൽ നിന്ന് പോയിരിക്കും. എന്നിട്ട് പാർട്ടിക്ക് എന്തെങ്കിലും ക്ഷീണം സംഭവിച്ചു, എന്തെങ്കിലും ക്ഷതം സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. ഈ വള്ളുവനാട് താലൂക്കിലെ എണ്ണപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു PV കുഞ്ഞമ്പു നായർ. കുഞ്ഞമ്പു നായർ മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് തെറ്റിപ്പിരിക്കും CPI-യിലേക്ക് പോയ ആളാണ്. വല്ലതും സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. പാർട്ടി പിളർന്നപ്പോൾ CPI-യുടെ കൂടെ നിന്നാണ് സഖാവ് EP ഗോപാലൻ. ഗോപാലൻ CPM-ന് കൂടെ പോകാഞ്ഞിട്ടും CPM-ന് വല്ല ക്ഷതവും സംഭവിച്ചു? അതും സംഭവിച്ചില്ല. അതുപോലെ ദീർഘകാലം കൊല്ലംകോട് MLA ആയിരുന്നുള്ളതാണ് C വാസുദേവ മേനോൻ. പിന്നീട് MV രാഘവൻ്റെ കൂടെ CMP-യിൽ പോയി. എന്നിട്ട് പാർട്ടിക്ക് വല്ല ക്ഷീണവും സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. പിന്നെയാണ് ഈ പി കെ ശശി പോയത്. ഒരു ശശി പോയാൽ 9 ശശി വരും. അത്രേ ഉള്ളൂ. അല്ലാതെ കണ്ട് പാർട്ടി ഇതൊന്നും ബാധിക്കൊന്നുമില്ല. പിന്നെ ശശിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം UDF-ൽ ചേരും എന്നാണ് നമ്മൾ കേൾക്കുന്നത്. അദ്ദേഹത്തോട് മാധ്യമങ്ങൾ നേരത്തെ ചോദിച്ചു, ഗോവിന്ദൻ മാഷിൻ്റെ ജാഥയെ വിജയിപ്പിക്കാൻ പോകും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഗോവിന്ദൻ്റെ ജാഥയ്ക്ക് പോകുന്നില്ല, സതീശൻ്റെ ജാഥയ്ക്ക് പോകുന്നില്ല എന്നാണ്. അപ്പോൾ ഗോവിന്ദനെ സതീശന് തുല്യ നിലയിൽ കാണാൻ കഴിവുള്ള ഒരാളാണ് സഖാവ് പി കെ ശശി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇദ്ദേഹം മണ്ണാർക്കാട്ടെ ഒരു പ്രമാണി കുടുംബത്തിലെ അംഗമാണ്. നല്ല സമ്പദ് സ്ഥിതി ഉള്ള ആളാണ്, കയ്യിൽ കാശുള്ള ആളാണ്. പിന്നെ വളരെ കളർഫുൾ പേഴ്സണാലിറ്റിയാണ്. നിങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. പുള്ളി ഒരു ദിവസം ചുവന്ന ഷർട്ടാണെങ്കിൽ അടുത്ത ദിവസം കടും നീല ഷർട്ടായിരിക്കും, അതിൻ്റെ പിറ്റേ ദിവസം പച്ച ഷർട്ടായിരിക്കും. ഏതാണ്ട് പഴയ തകര സിനിമയിൽ നെടുമുടി വേണു അവതരിപ്പിച്ച ചെല്ലപ്പനാശ്ശേരി എന്ന കഥാപാത്രത്തെയാണ് ഇദ്ദേഹത്തിൻ്റെ പല ഭാവഹാവാദികൾ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അഭിനവ ചെല്ലപ്പനാശ്ശേരിയായിട്ടുള്ള ആ ഒരു വർണ്ണശബളമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ടുള്ള സഖാവ് ശശി CPM-നോട് തെറ്റിപ്പിരിഞ്ഞ് കോൺഗ്രസിലേക്ക് പോയെന്ന് വെച്ച് കോൺഗ്രസിന് അതൊരു വലിയ നേട്ടമായിരിക്കും. പക്ഷേ CPM-ന് അത് വലിയ കോട്ടമായിരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തോന്നാത്തതിൻ്റെ കാരണം വെച്ചാൽ, ഈ കോൺഗ്രസ്സിലാണെങ്കിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കിയതിൻ്റെ ഒരു വേക്കൻസി അവിടെ കിടപ്പുണ്ട്. ശശിയാണെങ്കിൽ അതിന് കൃത്യമായിട്ട് പാകമായ ആളുമാണ്. അപ്പോൾ ശശിയെപ്പോലെ ഒരു പ്രതിഭയെ കിട്ടുകയാണെങ്കിൽ അവിടെ ഇദ്ദേഹത്തെ വെച്ച് ആ ഒരു പോരായ്മ പരിഹരിക്കാൻ കഴിയും. രാഹുൽ മാങ്കൂട്ടത്തിന് പകരം പി കെ ശശി എന്നൊരു ഫോർമുല ഉപയോഗിച്ച് ഈ പ്രശ്നത്തെ വലിയൊരളവ് വരെ നമുക്ക് പരിഹരിക്കാൻ കഴിയും. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം പോയിന്ന് വെച്ച് പ്രത്യേകിച്ച് ആ ഒരു ദോഷമില്ല. പുള്ളിക്ക് പകരം മത്സരിക്കാൻ വേറെ ആളെ കിട്ടും. പിന്നെ വരും തെരഞ്ഞെടുപ്പിലും പിന്നത്തെ തെരഞ്ഞെടുപ്പിലൊക്കെ CPM ഏറ്റവും അധികം MLA-മാരെ ജയിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു ജില്ലയായിരിക്കും പാലക്കാട്.
പിന്നെ എം പി രാജേഷിനെ പോലെയുള്ള പ്രതിഭകൾ അവിടെ ഇപ്പം തന്നെ ഉണ്ട്. മറ്റ് പല പ്രതിഭകളും അവസരം കാത്ത് നിൽക്കുകയുമാണ്. അപ്പോൾ ഏത് നിലയ്ക്ക് നോക്കിയാലും പാർട്ടിക്ക് പ്രത്യേകിച്ച് ഒരു ക്ഷീണമോ ക്ഷതമോ ഒന്നും സംഭവിച്ചിട്ടില്ല. ശശി പോകുന്നെങ്കിൽ പോട്ടെ, ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ. അല്ലാതെ ഉണ്ട് CPM ഞങ്ങൾക്ക് വളർത്തിക്കളയാം എന്നാരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ലാൽ സലാം.